ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേർന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരുപക്ഷെ താങ്കളും കേട്ട് കാണും സർക്കാരിൻ്റെ ഒരു നീക്കം, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന് സമാന്തരമായൊരു തസ്തിക ഉണ്ടാക്കുന്നു, അതിലൊരു നിയമനം നടത്തുന്നു. അത്തരത്തിലൊരു നീക്കം സർക്കാർ നടത്തുന്നെങ്കിൽ ഒരുപക്ഷെ നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയിൽ അനുശാസിക്കുന്ന നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കല്ലേ സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ നോക്കിക്കാണേണ്ടത്? ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കണ്ടു. അതിന്റെ സർക്കാർ ഉത്തരവ് കൊണ്ട് ഏറ്റവും അവസാനം ചീഫ് സെക്രട്ടറിയുടെ ഒരു വിശദീകരണ കുറിപ്പും കണ്ടു. ചീഫ് സെക്രട്ടറി പറയുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോലി ഒന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അംബാസഡർമാരെ നിയമിക്കണം, അല്ലെ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാനോ, അല്ലെങ്കിൽ വിദേശ രാഷ്ട്ര തലവന്മാർ വരുമ്പോൾ അവരെ സ്വീകരിക്കാനൊന്നും ഉള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നറിയാൻ പാടുള്ളതൊന്നുമല്ല. പക്ഷെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സഹകരണം ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കേന്ദ്രത്തിൽ വിദേശ മന്ത്രാലയം, പിന്നെ വിദേശമന്ത്രി, സഹമന്ത്രിമാരെ, ഗവൺമെന്റ് സെക്രട്ടറിമാരൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവരൊന്നും വിചാരിച്ചിട്ട് ശക്തിപ്പെടാത്ത എന്തൊക്കെയോ ശക്തിപ്പെടുത്താനാണ് ഇവർ ഈ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നിന്ന് മന്ത്രിമാരൊക്കെ ഓരോ രാജ്യങ്ങളിൽ പോകുന്നു. UAE പോകും, അല്ലെങ്കിൽ ബഹ്റൈനിൽ പോകും, സൗദി അറേബ്യയിൽ പോകും, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകും. നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ പുള്ളി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മിനിസോട്ടയില് ബയോ ക്ലിനിക്കിൽ പോകും. ഈ പോകുന്ന സ്ഥലത്തൊക്കെ അവർക്ക് വേണ്ട മിനിമം സൗകര്യങ്ങൾ ഒരുക്കാനും അവർക്ക് മറ്റ് അനുസാരികൾ സംഘടിപ്പിക്കാനുമാണ് ഇങ്ങനൊരു മന്ത്രാലയം ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതിനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയാസ്പദമാണ്. ഇവിടെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ 10 കോടി രൂപ കൊടുക്കാനായിട്ട് കേരള സർക്കാർ തീരുമാനിച്ചു. കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് കുഴപ്പമില്ല, കൊടുക്കണമെങ്കിൽ പക്ഷെ കേന്ദ്രത്തിന്റെ അനുവാദം വേണം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ അതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ആ ഒരു സംശയം വേണം. അഡ്വക്കേറ്റ് ജയശങ്കർ, അതുപോലെ ഒരുപക്ഷെ താങ്കൾക്കറിയാമായിരിക്കും, കുവൈറ്റ് തീപിടുത്തം ഉണ്ടായിരുന്ന സമയത്ത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടായി. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കുക എന്നതടക്കമുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തോട് സഹകരിക്കാൻ സംസ്ഥാന സർക്കാരിനൊരു മടി കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ളൊരു മനോഭാവം കൂടിയില്ലേ ഈ ഒരു നീക്കത്തിന് പിന്നിൽ? അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ കൺകറ ലിസ്റ്റാണ്. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കാണ്. പിന്നെ സംസ്ഥാന സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാന്ന് വെച്ചാൽ അതിന് വലിയ അർത്ഥമില്ല. തവള ശ്വാസം പിടിക്കുന്ന പോലെയുണ്ട്, എത്ര ശ്വാസം പിടിച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. പിന്നെ കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അയക്കാൻ പോയത് ഈ തീപിടുത്തത്തിൽ മരിച്ച ആളുകളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നമുക്ക് സ്നേഹമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, വോട്ടിനെ ബാധിക്കാൻ സാധ്യത എന്ന് തോന്നിയതുകൊണ്ട് ഇവര് കേരള സർക്കാർ സ്വമേധയാ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചതിന്.